ഇന്ന് കൺഫെഷൻസ് എന്ന പുസ്തകത്തിൻ്റെ 3-ാം ഭാഗമാണ് നാം ധ്യാനിക്കുക. അഗസ്റ്റിൻ്റെ 17-ാം വയസ്സാണ് 3-ാം അധ്യായത്തിൻ്റെ കാതൽ. പിതാവായ പെട്രീഷ്യസ് ഈ സമയത്ത് മരിക്കുകയാണ്. നമ്മൾ ഇന്നലെ കേട്ടു, മഡോറയിൽ വെച്ച് പ്രഭാഷണകല പഠിപ്പിക്കാൻ വിട്ടിട്ട് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കാരണം തിരിച്ചു വരികയും അലസമായി നടക്കുകയും ചെയ്തിരുന്നു. പിതാവിൻ്റെ മരണശേഷം മോനിക്കയുടെ കയ്യിലുണ്ടായിരുന്ന കാശും ധനാഢ്യനായ റൊമാനിയാനുസ് എന്നൊരു മനുഷ്യൻ്റെ സഹായവും കാരണം ഈ പഠനം തുടരുന്നതിനു വേണ്ടി അഗസ്റ്റിനെ കാർത്തേജിലേക്ക് അയക്കുകയാണ്. അതൊരു യൂണിവേഴ്സിറ്റിക്ക് തുല്യമാണ്, അല്ലെങ്കിൽ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി പോകുകയാണ്. ഈ കാർത്തേജിൽ പ്രഭാഷണ കല പഠിക്കാനാണ് പോകുക. കോടതികളിൽ വാദപ്രതിവാദങ്ങൾ നടത്തി അതിനുള്ള വാക്ചാതുര്യവും പ്രസംഗ പാഠവും അഭ്യസിക്കുവാൻ വേണ്ടിയിട്ടുള്ള റെറ്ററിക് സ്കൂളിലാണ് അഗസ്റ്റിൻ ചേരുന്നത്. അഗസ്റ്റിനെക്കുറിച്ച് ചരിത്രം വായിച്ചു തുടങ്ങുമ്പോൾ ബാല്യകാലം തുടങ്ങി ഒരു വരി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. വളരെ ബ്രില്യൻ്റായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റായിരുന്നു അഗസ്റ്റിൻ. ചെറിയ ക്ലാസ്സുകളിലും പിന്നീടങ്ങോട്ടും. ഈ പ്രസംഗ കല പഠിക്കാനെത്തിയ അഗസ്റ്റിൻ യൂണിവേഴ്സിറ്റിയിൽ ടോപ്പ് റാങ്കോടുകൂടിയാണ് പാസ്സാവുന്നത്. ഈ പ്രസംഗ കലയിൽ 1ാമതെത്തി. അതിൽ അഭിമാനം മാത്രമല്ല, അഗസ്റ്റിന് അഹങ്കാരവും വന്നു ചേർന്നു. ഇനിയും ഈ പ്രസംഗ കലയിൽ കൂടുതൽ കഴിവ് തെളിയിക്കുവാൻ വേണ്ടി ആ സമയത്ത് പ്രഭാഷണ കലയുടെ കുലപതിയെന്ന് അറിയപ്പെട്ടിരുന്ന സിസേറയുടെ ഹോർത്തേൻസിയൂസ് എന്ന് പറയുന്ന പുസ്തകം മേടിച്ചു. ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി. അക്ഷരാർത്ഥത്തിൽ അഗസ്റ്റിൻ്റെ ജീവിത വീക്ഷണങ്ങളെ തിരിച്ചുവിട്ട ഒരു പുസ്തകമായിരുന്നു. ജ്ഞാനത്തിന് വേണ്ടിയുള്ള ദാഹം ഈ പുസ്തകത്തിൽ കണ്ടെത്തി. പക്ഷേ ഈ പുസ്തകം വേറെ ഒരു കാര്യം കൂടി ചെയ്തു. ലൗകികമായ എല്ലാ താല്പര്യങ്ങളും സുഖങ്ങളും വെറുതെയാണെന്ന് ഈ പുസ്തകം തെളിയിച്ചു. ലൈംഗികമായ പല ചുവകളിലും ലൗകിക തൃഷ്ണയിലും നടന്നിരുന്ന അഗസ്റ്റിന് ഈ ലൗകിക താല്പര്യങ്ങൾക്ക് വിലയില്ലെന്ന് ഈ പുസ്തകം വീണ്ടും വീണ്ടും സ്ഥാപിച്ചു. അഗസ്റ്റിൻ എഴുതുന്നത് ഇങ്ങനെയാണ്: പക്ഷേ ക്രിസ്തുവിൻ്റെ പേര് ഈ പുസ്തകത്തിൽ ഒരിടത്തും ഞാൻ കണ്ടില്ല. പിന്നീടങ്ങോട്ടുള്ള ഈ അഗസ്റ്റിൻ്റെ ജീവിതം ചില കൂട്ടുകാരുടെ ഒപ്പമാണ്. ഈ കൂട്ടുകാരെക്കുറിച്ച് പുസ്തകത്തിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. കാമാസക്തിയുള്ളവരും അശ്ലീല ചുവയുള്ള വർത്തമാനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരുമായിരുന്നു മജോറിറ്റി ഫ്രണ്ട്സും. ഈ അശ്ലീലം നിറഞ്ഞ വർത്തമാനങ്ങൾ പറയുന്നതിൽ അഹങ്കരിക്കുകയും അങ്ങനെയുള്ള സംഭാഷണങ്ങളില്ലാത്തവരെ കൊച്ചാക്കുകയും ചെയ്തിരുന്നതുകൊണ്ട് അഗസ്റ്റിനും അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അശ്ലീല ചുവയുള്ള വർത്തമാനങ്ങളിൽ പറഞ്ഞ് വീമ്പിളക്കിയിരുന്നു. പിന്നീട് ഈ കാലത്തെക്കുറിച്ച് ആത്മകഥയിൽ പറയുക: ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പോലും ഞാൻ കഠിന പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വലിയ കണ്ണ് എനിക്കു ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് അഗസ്റ്റിൻ നേരെ എത്തുക അമ്മയിലേക്കാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ കണ്ണ് എന്നെ തേടിപ്പിടിച്ചത് എന്ന് കൃത്യമായിട്ട് പറയുക ഈ അമ്മയിലൂടെയായിരുന്നു. എന്നിട്ട് പിന്നീട് എഴുതുന്നത് ഇങ്ങനെയാണ്: ഒരു മകൻ്റെ മൃതസംസ്കാര കർമ്മത്തിൽ ഈ ഡെഡ് ബോഡിക്ക് അടുത്തിരുന്ന് കരയുന്ന
ഒരു അമ്മയേക്കാൾ കൂടുതൽ എൻ്റെ അമ്മയായ മോനിക്ക എനിക്ക് വേണ്ടി കരഞ്ഞു. അവൾ എവിടെയിരുന്നൊക്കെ പ്രാർത്ഥിച്ചുവോ അവിടെയെല്ലാം ആ തറ കണ്ണീരുകൊണ്ട് കുതിർന്നു കിടന്നിരുന്നു. ഒരു ദിവസം അവൾ പറഞ്ഞു, നിന്റെ ഈ ദൈവദൂഷണങ്ങളും ദൈവത്തെ ധിക്കരിച്ചുള്ള സംസാരങ്ങളും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഇരുന്ന ഒരു ദിവസം ഈ മോനിക്ക അമ്മയ്ക്ക് ഒരു സ്വപ്നമുണ്ടായി. സ്വപ്നം ഇതായിരുന്നു: ഉയർന്ന ഒരു പീഠത്തിൽ മോനിക്ക അമ്മ നിൽക്കുകയാണ്. പെട്ടെന്ന് തേജസ്സുറ്റ ഒരു യുവാവ് കടന്നു വന്നിട്ട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ സങ്കടപ്പെട്ടിരിക്കുക? അവൾ പറഞ്ഞു, എൻ്റെ മകൻ വഴിവിട്ട ജീവിതം നയിക്കുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മകനെയോർത്താണ് ഞാനിങ്ങനെ സങ്കടപ്പെടുക. ഈ തേജസ്സുറ്റ യുവാവ് പറഞ്ഞു, മോനിക്ക, നീയൊന്ന് തിരിഞ്ഞു നോക്കിയേ, ആ മകൻ നിന്റെ അടുത്തുണ്ട്. വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മകനായ അഗസ്റ്റിൻ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. ദൈവം അവനെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിക്കുമെന്ന് ഈ സ്വപ്നം എനിക്ക് കരുത്ത് നൽകി. ഇത്രയും എഴുതിയതിന് ശേഷം അഗസ്റ്റിൻ വീണ്ടും എഴുതുന്നുണ്ട്, എങ്കിലും അശുദ്ധമായ കറുത്ത പുക പിന്നെയും എൻ്റെ തലയ്ക്ക് മീതെ മൂടിക്കൊണ്ടിരുന്നു. ഇതാണ് 3-ാം ഭാഗം. കാർത്തേജിൽ അഡ്മിഷൻ കിട്ടി പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ കാലം.